വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങും. 8:30 EVM എണ്ണിത്തുടങ്ങുമെന്നും എല്ലാവിധ പരിശീലനവും പൂർത്തിയാക്കിയെന്നും സഞ്ജയ് കൗൾ അറിയിച്ചു. നാളെ 4-ാം തീയതി നമ്മുടെ വോട്ടെണ്ണം ചെയ്യാൻ പോകുന്ന എല്ലാ അറേഞ്ച്മെൻറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ വോട്ടിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇലക്ഷൻ കമ്മീഷനുണ്ട് പോർട്ടലുണ്ട്, എൻകോർ പോർട്ടലാണ്. അതിലാണ് റിയൽ ടൈം ഡേറ്റ എൻട്രി ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ട്രയൽ റൺസ് നടത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ട്രയൽ റൺ വെള്ളിയാഴ്ച നടന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 8 മണിക്കാണ് പോസ്റ്റൽ ബാലറ്റ്സ് ആൻഡ് കൗണ്ടിങ് തുടങ്ങാൻ പോകുന്നത്. 8:30 EVMസിൻ്റെ വോട്ടിംഗ് കൗണ്ടിങ് തുടങ്ങും. സോ ഫസ്റ്റ് നമുക്ക് ട്രെയിൻസ് ഒരു 9 മണിക്ക് കിട്ടും. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിജിൻ ചേരുകയാണ്. വിജിൻ, കേരളത്തിന്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് 9 മണിയോടെ വ്യക്തമാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വിശദീകരിക്കുന്നത്. എന്തെല്ലാം ക്രമീകരണങ്ങളാണ് കേരളത്തിൽ സജ്ജമാക്കിയിരിക്കുന്നത്? നിലിമ, ഇനി നിമിഷങ്ങൾ മാത്രം വോട്ടെണ്ണലിന് ബാക്കിയിരിക്കെ സഞ്ജയ് കൗൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർ അല്പം മുമ്പാണ് ഈ തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി എല്ലാ സജ്ജീകരണങ്ങളും വിലയിരുത്തിയത്. എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമാണ് എന്നാണ് സഞ്ജയ് കൗൾ വ്യക്തമാക്കിയത്. എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇനി വോട്ടെണ്ണലിലേക്ക് കടക്കാൻ ബാക്കി. പൂർണ്ണമായും സജ്ജീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കി എന്ന് തന്നെയാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്തായാലും 8 മണിയോടുകൂടി രാവിലെ 5-5:30 ഈ സ്ട്രോങ് റൂമുകൾ തുറക്കും. അവിടെ നിന്ന് ഈ പോസ്റ്റൽ വോട്ട് ഉൾപ്പെടെയുള്ള വേർതിരിച്ച് EVM മെഷീൻ ഉൾപ്പെടെയുള്ളവ വോട്ടെണ്ണൽ ടേബിളുകളിലേക്ക് എത്തിക്കും. തുടർന്ന് 8 മണിക്കായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണൽ ആദ്യഘട്ടത്തിൽ ഈ 8:30 വരെ പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക. ഇത്തവണ നമുക്കറിയാം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം 80 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും ഒപ്പം തന്നെ ഈ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കുള്ളവർക്കും എല്ലാം ഈ പോസ്റ്റൽ വോട്ട് സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം ഇത്തവണ കൂടുതലായിരിക്കും. എന്തായാലും 8:30 ഈ EVM എണ്ണാൻ തുടങ്ങും. EVM 8:30 എണ്ണിയാൽ ഏകദേശം 9 മണിയോടുകൂടി ഒരു ആദ്യ ഫലസൂചനകൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ EVM എണ്ണുന്ന സമയത്ത് തന്നെ ഓൾട്ടർനേറ്റീവായി ഈ ബാക്കിയുള്ള പോസ്റ്റൽ വോട്ടുകളും എണ്ണും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും എല്ലാ സ്ഥലങ്ങളിലെയും പൂർണ്ണമായ സജ്ജീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് പരിഗണിച്ച് അത്തരത്തിലുള്ള പോലീസ് ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. എന്തായാലും മണിക്കൂറുകൾ മാത്രം വോട്ടെണ്ണലിന് ബാക്കിയിരിക്കെ പൂർണ്ണമായ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും. ശരി, വിജിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.